മാവും മാമ്പഴവുമാണ് ഈ ലക്കത്തിലെ വിഷയം. മാവുങ്കൽ എന്നാണ് എൻ്റെ ഭാര്യയുടെ കുടുംബപ്പേര്. എൻ്റെ കുടുംബപ്പേര് വാതല്ലൂർ എന്നാണ്. ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ മുൻവശം മാവുകളാൽ നിറഞ്ഞു നിൽക്കുന്നു. സത്യത്തിൽ എൻ്റെ ഈ വീടിനാണ് മാവുങ്കൽ എന്ന പേര് ചേരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴങ്ങളാണ് ചക്കപ്പഴം, മാമ്പഴം എന്നിവ. ഭാഗ്യദോഷമെന്ന് പറയട്ടെ, ഞാൻ പ്രമേഹ രോഗിയായതിനാൽ ഇവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ്. എന്നിരുന്നാലും ഞാൻ വല്ലപ്പോഴും ഇവ കഴിക്കും. മാവിനോടും മാമ്പഴത്തോടുമുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് എൻ്റെ വീടിൻ്റെ മുൻപിൽ ഞാൻ 4 മാവുകൾ നട്ടത്. ഇവ തഴച്ചു വളർന്നു. എല്ലാത്തിനും കൂടി വളരുവാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരെണ്ണം വെട്ടിക്കളയേണ്ടി വന്നു. ബാക്കിയുള്ള 3 മാവുകൾ പരസ്പരം മത്സരിച്ച് പടർന്ന് പന്തലിച്ചിരിക്കുകയാണിപ്പോൾ. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. മാവുകളോടുള്ള എൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞിട്ടാകാം കാർ ഷെഡിൻ്റെ മുകളിലേക്ക് അവ പടർന്നുകൊണ്ടിരിക്കുന്നു. അയൽ വീട്ടുകാരുടെ പറമ്പിലേക്കും റോഡിലേക്കും വളരുന്ന ശിഖരങ്ങളെല്ലാം ഞാൻ മുറിച്ചു കളഞ്ഞിട്ടും എൻ്റെ ഈ മാവുകൾക്ക് എന്നോട് ഒരു പിണക്കവുമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് മാമ്പൂക്കാലമാണ്. എൻ്റെ മാവുകളും വീണ്ടും പൂത്തു. പൂക്കളോടൊപ്പം ഉണ്ണിമാങ്ങകളും ഉണ്ട്. ആർക്കും വേണ്ടാത്ത ചില ഫലങ്ങളെ പറ്റിയുള്ള സംഭാഷണമായിരുന്നല്ലോ കഴിഞ്ഞ ലക്കത്തിൽ. ചെറിയ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. ഒരു മാതാവും പിതാവും ഈ ചാമ്പയ്ക്ക തേടി ഇവിടെ വന്നു. അവരുടെ മരുമകൾ അമേരിക്കയിലാണ്, ഗർഭിണിയാണ്. മരുമകൾക്ക് ചാമ്പയ്ക്ക തിന്നാൻ ആഗ്രഹം. മരുമകൾ അമ്മായിയമ്മയും അമ്മായിയപ്പനെയും അറിയിച്ചു. അവർ കൊല്ലത്താണ് താമസം. അവരെല്ലാ ഭാഗത്തും തിരക്കി. ഇതിപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണല്ല. എന്നാൽ എൻ്റെ ചാമ്പ നിത്യഗർഭിണി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. മിക്കവാറും അതിൽ ചാമ്പയ്ക്ക ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അവർ ചെടികൾ വിൽക്കുന്ന ഗാർഡൻസ് അവിടെ പോയി. എന്തിനാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചാമ്പയ്ക്കായോട് കൂടിയുള്ള ചില ചാമ്പമരം കിട്ടുമെന്ന് അവർക്ക് തോന്നി. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ചാമ്പ തൈ ഉണ്ട്, പക്ഷെ അതിൽ കായൊന്നുമില്ല. അവരിവിടെ വന്നിട്ട് ഞങ്ങളോട് പറയുന്നത് ഒരുപാട് വീടുകളിൽ, കൊല്ലത്ത് ആശ്രാമം എന്ന സ്ഥലത്താണ് ഇവരുടെ താമസം. കൊല്ലം നഗരത്തിലെ പല വീടുകളിലും ഇവർ പോയി. എൻ്റെ ഒരു സുഹൃത്ത് ഈ ആശ്രാമത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മനോഹരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ആ വാർഡിലെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അപ്പം ഇവരുമായിട്ട് ഈ അയൽവാസികൾക്ക് നല്ല ബന്ധമുള്ളത് കൊണ്ട് ശ്രീ മനോഹരനോടും കുടുംബത്തോടും ഇക്കാര്യം അവർ പറഞ്ഞു. അങ്ങനെ മനോഹരൻ അവരെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ ഭാര്യയും ഭർത്താവും ബൈക്കിൽ നല്ല കൊടും വെയിലത്ത് ഇവിടെ വന്നു. ആ മരുമകളോടുള്ള അവരുടെ ഒരു കരുതലാണത്. അവരിവിടെ വന്നിട്ടപ്പോൾ നമ്മുടെ നോക്കിയ ചാമ്പയ്ക്ക അങ്ങനെ പഴുത്തിട്ടില്ല, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിഞ്ച് ചാമ്പയ്ക്കായാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം.
ഏതായാലും മതി, പിഞ്ചായാലും മതി, മരുമകളുടെ ആഗ്രഹം, ഗർഭിണിയായിരിക്കുന്ന മരുമകളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഈ പിതാവും മാതാവും കൊല്ലത്ത് നിന്നും ആശ്രാമത്തു നിന്നും ഏകദേശം 12 കിലോമീറ്ററുള്ള കുണ്ട്രയിലെ എൻ്റെ വീട്ടിലെത്താൻ അവർ ഇവിടെ എത്തി. ഞങ്ങളെല്ലാവരും ഇവിടെ ചേർന്ന് അവർക്ക് ആവശ്യത്തിന് ചാമ്പ നിറയെ ചാമ്പയ്ക്ക ഉണ്ടല്ലോ, അത് പിഞ്ച് ചാമ്പയ്ക്കാണെന്നേ ഉള്ളൂ, അവരുടെ ആവശ്യത്തിന് അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ആ മാതാവും പിതാവും കഷ്ടപ്പെട്ട് ചാമ്പയ്ക്ക പറിക്കുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അവരോട് പറയുകയും ചെയ്തു, ആവശ്യമെങ്കിൽ ഞാൻ അടുത്ത ലക്കത്തിൽ ഇത് കൊടുക്കും. അപ്പോൾ അവർക്കും അത് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ കാണുക. അവർ ആ ചാമ്പയ്ക്ക പറിച്ച് പിറ്റേന്ന് തന്നെ അവരുടെ അയലത്ത് നിന്നും അമേരിക്കയ്ക്ക് പോകുന്ന സുഹൃത്തിൻ്റെ മകൻ്റെ പക്കൽ കൊടുത്തു വിട്ടു. അങ്ങനെ ഗർഭിണിയായ മരുമകളുടെ ആഗ്രഹം അവർ പൂർത്തീകരിച്ചു, ആഗ്രഹം നിറവേറ്റി കൊടുത്തു. എനിക്കും സന്തോഷമാണ്. ആർക്കും വേണ്ടാത്ത ചാമ്പയ്ക്ക ആ 5 മാസം ഗർഭിണിയായി അമേരിക്കയിൽ താമസിക്കുന്ന കൊല്ലംകാരിയായ ആ പെൺകുട്ടിക്കും, പെൺകുട്ടിക്ക് ആഗ്രഹപ്രകാരം കിട്ടിയല്ലോ, കഴിക്കാൻ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. നമ്മുടെ മുറ്റത്തിരിക്കുന്ന ചാമ്പമരത്തെ തേടി കൊല്ലത്ത് നിന്നും 12 കിലോമീറ്റർ അകലെ നിന്നും 2 അതിഥികൾ എത്തിയല്ലോ എന്ന സന്തോഷം ചാമ്പമരത്തിനും ഉണ്ടാകാം. പുതിയൊരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് മാങ്ങ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ മാവുകളിലും മാങ്ങാ കുഞ്ഞുങ്ങൾ, ചെറിയ മാങ്ങകൾ ഇപ്പം നമുക്ക് കാണാം. 2-3 മാസം കഴിയുമ്പോൾ നാട്ടിൽ മാമ്പഴത്തിൻ്റെ കാലമാകുന്നു. ചില മധുരമുള്ള മാമ്പഴ സ്മരണകൾ, മാമ്പഴവുമായി ബന്ധപ്പെട്ട ചില സ്മരണകൾ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോയിലെ 36ാം വീഡിയോ ബാംഗ്ലൂരിലെ ഒരു മാമ്പഴ ചന്തയെക്കുറിച്ചാണ്. ഏകദേശം 1-2 കിലോമീറ്റർ ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശത്തും ധാരാളം മാമ്പഴക്കടകൾ. അത് കഴിഞ്ഞ വർഷമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. ാം വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. ബാംഗ്ലൂരോട് യാത്ര പറഞ്ഞു, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലെത്തിയിരിക്കുകയാണ്. ചെറുപ്പകാലത്ത് എൻ്റെ വീടായ ഇളമണ്ണൂരിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ധാരാളം മാവുകൾ ഉണ്ടായിരുന്നു. റബ്ബറും തോട്ടത്തിനിടയ്ക്കുള്ള മാവുകളായതിനാൽ വലിയ ഉയരമായിരുന്നു ഈ മാവുകൾക്കെല്ലാം. വലിയ മാവുകളായിരുന്നു, പിടിമുറ്റാത്ത മാവുകൾ. മൂവാണ്ടൻ മാവ് എന്ന് പറയും. ഈ മൂവാണ്ടൻ മാവിന് റബ്ബറിനേക്കാൾ ഉയരം. ഇത് സൂര്യപ്രകാശം കിട്ടാനായി ഇത് റബ്ബറിന് മേളിൽ കയറിപ്പോയി. വലിയ ഉയരത്തിൽ നിൽക്കുന്ന മൂവാണ്ടൻ മാവ്. 4 മൂട് വലിയ മൂവാണ്ടൻ മാവ് ഉണ്ടായിരുന്നു. ഈ 4 മൂവാണ്ടൻ മാവുകളിൽ നിറയെ മാങ്ങകൾ. ഇതെല്ലാം പഴുത്ത് കാറ്റടിക്കുമ്പോൾ ധാരാളം ഒഴിഞ്ഞു വീഴും. ധാരാളം മാമ്പഴമാണ് കാറ്റടിക്കുമ്പോൾ ഒഴിഞ്ഞു വീഴുന്നത്. ഈ മൂവാണ്ടൻ മാവ് കൂടാതെ 2 കിളിച്ചുണ്ടൻ മാവുണ്ട്. ഒരു വലിയ മാങ്ങ ഉണ്ടാകുന്ന നാടൻ മാവ് എന്ന് പറയുന്നത് സാധാരണ ചെറിയ മാങ്ങയാണ് ഉണ്ടാകുന്നത്. ഇതല്ല, വലിയ മാങ്ങയാണ്. ഒരു മാങ്ങ ഏകദേശം 2 കിലോ ഒക്കെ വരും. അതും ഇതിനോടൊപ്പം നമുക്ക് കിട്ടും, കൊട്ടക്കണക്കിന് കിട്ടും. അപ്പോൾ ഒരു ദിവസം ഏകദേശം 150 പഴുത്ത മാങ്ങയാണ് കിട്ടുന്നത്. ഞങ്ങൾ മാത്രമല്ല, അയലത്തെ കുട്ടികളും. എല്ലാ വീട്ടിലും മാങ്ങ ഉള്ളത് കൊണ്ട് അയലത്തെ കുട്ടികൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും വയറ് നിറച്ച് മാങ്ങ കഴിക്കുക എന്നുള്ളതാണ് ഈ മാമ്പഴക്കാലത്തെ ഏറ്റവും
നല്ല മധുരം നൽകുന്ന ഒരു ഓർമ്മ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മാങ്ങ മാങ്ങ മാങ്ങ, പല മാങ്ങകൾ, മൂവാണ്ടൻ മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, നാടൻ മാങ്ങ, പിന്നെ തീരെ ചെറിയ നമ്മൾ നാട്ടുമാങ്ങ, ഇവയെല്ലാം കഴിക്കുക. ആഹാരമേ വേണ്ട. വീട്ടിൽ വഴക്ക് പറയുമ്പോഴാണ് നമ്മൾ അല്പം പോയി ചോറ് ഉണ്ണുന്നത്. എപ്പോഴും മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എത്ര മാങ്ങ അന്ന് അകത്ത് ചെന്നെന്നറിയില്ല. ഒരു 25-30 മാങ്ങയെങ്കിലും മിനിമം കഴിച്ചിട്ടുണ്ടാകാമെന്നാണ് ഓർമ്മ. അങ്ങനെ മാങ്ങ മാത്രം 3 നേരം വയറ് നിറച്ച് കഴിക്കുന്നു. ഇന്ന് നമ്മൾ 1 കിലോ മാങ്ങ 200-300 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു, 1-2 പൂള് കഴിക്കുന്നു. ഷുഗർ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പഴയ ഒരു കാലത്തെപ്പറ്റി ഓർക്കുമ്പോൾ എത്രയോ രസകരമായ ഒരു കാലഘട്ടമായിരുന്നത്. അന്ന് നമ്മൾ ഒരു ദിവസം കിട്ടുന്ന മാമ്പഴത്തിൻ്റെ ഇന്നത്തെ വില നോക്കിക്കഴിഞ്ഞാൽ എത്ര കിലോ കാണും? ഒരു കൊട്ട ഒരു കൊട്ടയ്ക്ക് വള്ളിക്കൊട്ടയാണ്. ഈ ഒരു വള്ളിക്കൊട്ടയ്ക്കകത്ത് 10-30 മാങ്ങ കൊള്ളും. 4-5 വള്ളിക്കൊട്ട നിറയാണ് ഒരു ദിവസം മാങ്ങ കിട്ടുന്നത്. ഏകദേശം 100, മിനിമം 100 മാങ്ങ. അതിൽ കുറച്ചൊക്കെ ചതഞ്ഞു പോയതായിരിക്കും. ഇത് എപ്പോഴാണ് ഈ രാവിലെ ഞങ്ങൾ പോയി പെറുക്കുന്ന ഈ മാങ്ങ? രാവിലെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ വേണ്ടിയവർ പെറുക്കിക്കൊണ്ട് പോയിരിക്കും. റബ്ബർ തോട്ടത്തിനിടയ്ക്കാണ്. ഇരുട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ആ മാങ്ങ വേണ്ടിയവർ കൊണ്ടുപോയിരിക്കും. അവർ പെറുക്കിയതിന് ശേഷമാണ് ഇത്രയും മാങ്ങ കിട്ടുന്നത്. അതിനുശേഷം രാവിലെ മുതൽ വൈകുന്നത് വരെ കാറ്റടിക്കുമ്പോൾ ഈ ഓരോ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഇങ്ങനെ മാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അയലത്തുകാർക്ക് കൊടുക്കും, ബന്ധുക്കൾക്ക് കൊടുക്കും, വേണ്ടിയവർക്കെല്ലാം കൊടുക്കും. നാട്ടുകാർക്ക് ആർക്കും വന്ന് പെറുക്കിക്കൊണ്ട് പോവുകയും ചെയ്യാം. എങ്ങനെ എത്രയും മാങ്ങ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, പപ്പ ഒരു മാവേലിയും മാങ്ങ വിൽക്കാറില്ല. നിങ്ങൾക്ക് കുശാലാണ്. രാവിലെ മുതൽ രാത്രി വരെ, അല്ലെങ്കിൽ 24 മണിക്കൂർ ഉറക്കുന്നതിന് തൊട്ട് മുമ്പ് 2-3 മാങ്ങ കഴിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരുപാട് മാങ്ങ കഴിച്ച വയറിന് അസുഖമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലൂസ് മോഷനും ഉണ്ടായിട്ടുണ്ട്. ഈ ലൂസ് മോഷനും മാങ്ങാ തീറ്റിയും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ചോറുണ്ണാത്തതിൽ വഴക്കും കേട്ടിട്ടുണ്ട്, അടിയും കിട്ടിയിട്ടുണ്ടായിരിക്കാം. കാരണം കുട്ടികൾ മാങ്ങാ തീറ്റി എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം മാങ്ങാ തീറ്റി, പഴുത്ത മാങ്ങാ തീറ്റി. പിന്നെ അന്ന് ഈ ദൂരെ നിന്ന് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാങ്ങ ഇഷ്ടമുള്ളവർക്ക് കുശാലാണ്. എത്ര പ്ലേറ്റ് മാങ്ങയാണ് കൊടുക്കുന്നതെന്നറിയാമോ? എല്ലാവർക്കും സന്തോഷം. പിന്നെ എല്ലാ വീട്ടിലും മാവുള്ളത് കൊണ്ടും എല്ലാ കുട്ടികൾക്കും മാങ്ങ അവരുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ടും ഇതിന് വലിയ ഡിമാൻഡൊന്നുമില്ല. വീട്ടിലുള്ള മാങ്ങ വീട്ടുകാർ തന്നെ കഴിച്ച് തീർക്കുക. ചിലപ്പോൾ ചന്തയിലൊക്കെ പോയാൽ മാങ്ങ അവിടെയും വിൽക്കുന്ന കാണാം. കിളിച്ചുണ്ടൻ മാങ്ങയാണ് അങ്ങനെ ചന്തയിൽ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കിളിച്ചുണ്ടൻ മാങ്ങ മാവെ നിന്നാൽ പുഴുത്തു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നേരത്തെ നല്ല വിളയുമ്പോൾ ഇതെല്ലാം വിറ്റ് അതിന് ശേഷം പഴുപ്പിച്ച് കച്ചവടക്കാർ ചന്തയിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ രസകരമായ ഒരു മാങ്ങാ തീറ്റക്കാലം, അങ്ങനൊരു സംഭവം ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടാകില്ല. മാവുകളെല്ലാം വീട്ടിലുള്ളവർ മുറിച്ച് കളയും. മരത്തെ പൊതുവെ ശത്രുവായി കാണുന്ന മലയാളികൾക്ക് മുറ്റത്ത് മാവ് നിൽക്കുന്നത് ശല്യമാണ്, പ്ലാവ് നിൽക്കുന്നത് ശല്യമാണ്, തെങ്ങ് നിൽക്കുന്നത് ശല്യമാണ്, എല്ലാം ശല്യമാണ്. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇവർ ഈ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കും. പേരെന്ന ശല്യമാണ്. മാവിനെപ്പറ്റി പറയുന്നത് മാങ്ങ എല്ലാം കൂടെ താഴെ വീണ് പുഴുത്ത് അട്ട വരും, അല്ലെങ്കിൽ നാറ്റം വരും. കൂഴച്ചക്കയെപ്പറ്റി അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാം മുറിച്ച് കളഞ്ഞു. എൻ്റെ വീട്ടിലും അത് തന്നെ സംഭവിച്ചു. എല്ലാ മാവും പല കാരണവശാൽ ഇപ്പോൾ ഇല്ല. വീട്ടിലെ ഒരു മാവും ഇപ്പോൾ ഇല്ല. അങ്ങനെ വീട്ടിൽ മാങ്ങ വേണമെങ്കിൽ 200-300 രൂപ കൊടുത്ത് വാങ്ങിക്കണം. അന്ന് നമുക്ക് കിട്ടിയിരുന്ന ഒരു ദിവസം 50, 70, 80 കിലോ മാങ്ങ കിട്ടുമായിരുന്നു എന്ന് വേണം കണക്ക് കൂട്ടാൻ. ഇന്ന് നമ്മൾ ആഴ്ചയിൽ 2-3 കിലോ 4-5 കിലോ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 1000 രൂപ മുടക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് ഇതേ അനുഭവങ്ങൾ നിങ്ങൾക്കെല്ലാം ഉണ്ടാകാം. മാമ്പഴം കുട്ടികളുടെ എല്ലാം ഒരു പൊതുസ്വത്താണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എൻ്റെ വീട്ടിൽ 4-5 വലിയ മാവുകളുണ്ടെങ്കിലും ദിവസം 100 കണക്കിന് മാങ്ങാപ്പഴം രാവിലെ മുതൽ വൈകുന്നത് വരെ കിട്ടുമെങ്കിലും തൊട്ട അയലത്ത് വീട്ടിലെ വലിയൊരു അടുക്കളയോട് സമീപമാണ് അതിൻ്റെ നിൽപ്പ്. അപ്പം ഈ മാങ്ങ അടുക്കളയിൽ ചെറിയ മാമ്പഴമുണ്ട്, ചെറിയ പഴം, നാടൻ മാങ്ങ അടുക്കളയിൽ ഇത് വീഴുന്നത് കാണാം. അത് ഞങ്ങളുടെ അയലത്തെ ഉടമസ്ഥൻ്റെ
മരമാണ്. അവരുടെ പുരയിടത്തിലും വീഴും. കുറച്ച് മാവിനറിയില്ലല്ലോ ആരുടെ പുരയിടമാണെന്നും ആരാണ് ഉടമസ്ഥനാണെന്നൊന്നും മാവിനറിയത്തില്ല. അപ്പം കുറച്ച് മാങ്ങ ഞങ്ങളുടെ അയ്യത്തും വീഴും, കുറച്ച് മാങ്ങ അവരുടെ അയ്യത്തും വീഴും. എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്മച്ചിയുണ്ട്. ഞങ്ങൾ ചേട്ടത്തി ചേട്ടത്തി എന്നാണ് വിളിക്കുന്നത്. കാരണം എൻ്റെ പിതാവ് ആ അമ്മച്ചിയെ ചേട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് കുട്ടികളായ ഞങ്ങളും അത് കേട്ട് കേട്ട് ചേട്ടത്തി. അന്ന് 10-70 വയസ്സുണ്ട് ആ അമ്മച്ചിക്ക്. പക്ഷെ ഞങ്ങൾ കുട്ടികൾ ചേട്ടത്തി എന്നാണ് വിളിക്കുന്നത്. ഈ ചേട്ടത്തി ഈ മാമ്പഴം വീഴുന്ന കണ്ട് ഓടി വരും. ഒരു കാറ്റിന് ഒരു 20 എണ്ണം വീഴും. എടാ അവിടെ അവിടെ ഇടടാ അവിടെ ഇടടാ എന്നൊക്കെ വിളിച്ച് പറഞ്ഞാണ് ഓടി വരുന്നത്. പക്ഷേ ഞങ്ങൾ ചേട്ടത്തിയായി മത്സരിച്ച് കുട്ടികളാണ്. ഞങ്ങൾ ആദ്യം ഓടി ഈ 20 15 എണ്ണം പെറുക്കുമ്പോഴായിരിക്കും ചേട്ടത്തി അവിടെ എത്തുന്നത്. ഇവിടെ ഇട്ടിട്ട് പോടാ എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇടാൻ അവിടുത്തെ മാമ്പഴം കൂടെ പെറുക്കി വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ വീട്ടിൽ വഴക്ക് പറയും. വീട്ടിൽ നിറയെ മാമ്പഴം. അതൊരു കൗതുകമാണ്. ഏത് വീട്ടിൽ നിറയെ മാമ്പഴം ഇരിക്കുമ്പോഴും അതിനകത്ത് വീട്ടിലെ മാമ്പഴം ഓടിച്ചെന്ന് അവിടുത്തെ ഉടമസ്ഥയുമായി മത്സരിച്ച് പെറുക്കിക്കൊണ്ട് വരിക. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു. അത് രസകരമായ ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. അയലത്തെ ചേട്ടത്തിയുമായിട്ട് അവരുടെ വീട്ടിലെ മാമ്പഴം പെറുക്കാൻ മത്സരിക്കുന്ന ഒരു കാഴ്ച, ആ ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ നല്ലൊരു കാഴ്ചയായി നിലനിൽക്കുന്നു. വീട്ടിൽ മാത്രമല്ല മാമ്പഴത്തിൻ്റെ വിളയാട്ടം. സ്കൂളിനടുത്ത് ഞാൻ LP സ്കൂളിൽ, ഇളമണ്ണൂരിലെ LP സ്കൂളിലാണ് പഠിച്ചത്. ഗവൺമെൻറ് LP സ്കൂൾ. കായംകുളം പുനലൂർ റോഡിൻ്റെ ഇരുവശങ്ങളിലും LP സ്കൂളിൻ്റെ ഭാഗത്തായി ഒരു 7-8 വലിയ മാവുകളുണ്ട്. വലിയ മാവ് എന്ന് പറഞ്ഞാൽ 2 ആൾ പിടിച്ചാൽ പിടിമുറ്റാത്ത രീതിയിലുള്ള വലിപ്പമുള്ള മാവുകൾ. ഒരുപക്ഷെ പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് വെച്ചതായിരിക്കാം. വലിയ മാവുകളാണ്. അതെല്ലാം നാടൻ മാവുകളാണ്. തീരെ ചെറിയ മാങ്ങകൾ ഉണ്ടാകുന്നത്. വൈകിട്ട് സ്കൂള് വിടുമ്പോഴും ഉച്ചയ്ക്ക് ഊണിനായി സ്കൂള് കുട്ടികൾക്ക് സമയം അനുവദിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് ഈ മാവിൻ്റെ ചുവട്ടിലാണ് നിൽപ്പ്. എന്ത് സംഭവിക്കും? ഈ മാവിൻ്റെ ചുവട്ടിലാണ് നിൽപ്പ്. ഒരു കാറ്റത്ത് 10-50 മാങ്ങ വീഴും. കിട്ടുന്ന എല്ലാം കുട്ടികൾ 10-25-30 പേര് കാണും. 1-2 മാങ്ങ വീതം എല്ലാവർക്കും കിട്ടും. സ്കൂളിൽ പോയാലും ഇത് തന്നെയാണ് സംഭവം. വളരെ അന്ന് ഇന്നത്തെ പോലെ വാഹനം എപ്പോഴും ചീറിപ്പാഞ്ഞ് വരുന്നില്ലായിരുന്നു. വാഹനങ്ങൾ വളരെ കുറവായിരുന്നല്ലോ പഴയ കാലം. ഞാൻ 50 വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് നമ്മുടെ റോഡുകളിൽ ഇത്രയും വാഹനങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് അത്രയേറെ വാഹനങ്ങളെ പേടിക്കണ്ട. റോഡിൻ്റെ ഇരുവശത്തുമുള്ള വലിയ 7-8 നാടൻ മാവുകളിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ അവിടെ പക്ഷേ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുമായിരുന്നു. അവിടെ ഇടയ്ക്ക് ഗവൺമെൻറ് ഇത് കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആരൊക്കെയോ വന്ന് മാങ്ങ പറിച്ചുകൊണ്ട് പോകും. അവർ പറിച്ചുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഞങ്ങൾക്ക് ഈ മാങ്ങ അവിടെ നിന്ന് കിട്ടുന്നത്. സ്കൂളില്ലാത്ത ശനി ഞായർ ദിവസങ്ങളിലും ഈ നാട്ടുമാമ്പഴത്തിൻ്റെ രുചി ആസ്വദിച്ച് ആ മാങ്ങയ്ക്ക് വേണ്ടി സ്കൂളിനടുത്ത് പോയി ഈ മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശീലവും ഞങ്ങളിൽ ചിലർക്കുണ്ടായിരുന്നു. വീട്ടിൽ വന്നാൽ വീടിൻ്റെ എപ്പോഴും മാങ്ങ വീണുകൊണ്ടിരിക്കുന്നു. സ്കൂളിൽ പോയാൽ സ്കൂളിൻ്റെ പരിസരത്ത് മാങ്ങ വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആലിപ്പഴം പോലെ മാങ്ങ വീഴുന്ന ഒരു കാലഘട്ടം 10-50 വർഷം മുമ്പ് എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ നല്ല ഓർമ്മകളിലും മധുര സ്മരണകളായി നിലനിൽക്കുന്നുണ്ടാകാം. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ കാണാം.